അങ്ങനെ ഇന്നലെ സീസൺ 1 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ശ്വേത മേനോൻ ബിഗ് ബോസ് ഹോട്ടലിലേക്ക് വരികയാണ് ഗസ്റ്റ് ആയിട്ട്. സാബുവും ശ്വേത മേനോനുമുള്ള കോമ്പിനേഷൻ എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ എല്ലാവർക്കും. ശ്വേത മേനോൻ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നത് അലക്സാൻഡ്ര രാജകുമാരിയായിട്ടാണ്. രാജകുമാരിയായി വരുന്നത് കൊണ്ടായിരിക്കാം എല്ലാവരും രാജകുമാരിയുടെ കയ്യിൽ ഉമ്മ വയ്ക്കുന്നുണ്ട്. ശ്വേത മേനോൻ വരുന്നത് കണ്ടാൽ തന്നെ അറിയാം ചില കളികൾ കളിക്കാനും ചിലരെയൊക്കെ കളികൾ കളിപ്പിക്കാനുമാണ് വരുന്നതെന്ന്. ആദ്യം തന്നെ ശ്വേത പറയുന്നത് ബിഗ് ബോസ് ഹോട്ടൽ കാണിച്ചു തരാനാണ്. എന്നിട്ട് അതിൽ നിന്ന് ശ്വേത സെലക്ട് ചെയ്ത റൂം ഡെന്നാണ്. ഡെന്നിനകത്തേക്ക് ഇനി ആർക്കും പ്രവേശനമില്ല. ഇതിലുള്ള സാധനങ്ങൾ പുറത്തേക്കും പോകാൻ പാടില്ല. പുറത്തുനിന്നുള്ള ഒരാളും ഉള്ളിലേക്കും കടക്കാൻ പാടില്ല. ശ്വേത പവർ റൂമിലേക്ക് കയറാൻ കുറെ ശ്രമിക്കുന്നുണ്ട്. പവർ റൂമുകാരും അതുപോലെ തന്നെ ക്യാപ്റ്റനും അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഋഷിയെ ഒരുപാട് വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശ്വേത, പക്ഷേ നടന്നില്ല. സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഗസ്റ്റുകൾക്ക് പവർ റൂമിലേക്ക് പ്രവേശനമില്ല എന്ന്. ശ്വേത വന്നതും കണ്ടുപിടിച്ചത് വൃത്തിയില്ലായ്മയാണ്. ബിഗ് ബോസ് ഹോട്ടൽ തീരെ വൃത്തിയില്ല എന്നാണ് ശ്വേത പറയുന്നത്. അവർ മുമ്പ് വന്ന് താമസിച്ചപ്പോഴൊക്കെ നല്ല വൃത്തിയുള്ള ഹോട്ടലായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ വൃത്തി കുറഞ്ഞു വരുന്നുണ്ട്. ഓരോ സ്ഥലവും എണ്ണി ശ്വേത കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഓരോ മുക്കും മൂലയും ഒക്കെ. സാബുവും അതിനൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഇത്രയെങ്കിലും വൃത്തിയില്ലേ, ഞാൻ വരുമ്പോൾ ഇത്രയും വൃത്തി ഉണ്ടായിരുന്നില്ല എന്ന്. അതെന്താ ഇത്രയും വലിയ ഗസ്റ്റുകൾ വരുമെന്ന് പറഞ്ഞിട്ടും പവർ റൂമുകാരും ക്യാപ്റ്റനും ബാക്കിയുള്ള കണ്ടസ്റ്റൻസും വീട് വൃത്തിയാക്കാത്തത്? എന്തായാലും ശ്വേത ബിഗ് ബോസ് ഹോട്ടലിന്റെ ഓരോ മുക്കും മൂലയും മരിച്ചു പെറുക്കും. ശ്വേതയുടെയും സാബുവിന്റെയും ഗൂഢാലോചനയുടെ ഫലമായി പുതിയ പുതിയ ഗെയിമുകളും ടാസ്കുകളും ഒക്കെ ബിഗ് ബോസ് ഹോട്ടലിൽ പ്രതീക്ഷിക്കാം. ഫോർ മോർ വീഡിയോസ് ഷെയർ and subscribe my channel.